ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാല. അപ്പോൾ ഇന്ന് നമുക്കറിയാം ക്യാൻസർ വളരെ സർവ്വസാധാരണമാണ്. പലപ്പോഴും ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനാണ് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്ന് ഒത്തിരി ഗവൺമെൻറ് തലത്തിലും അല്ലാതെ NGO തലത്തിലും വ്യാപകമായിട്ട് ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകൾ, ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലെ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, അല്ലെങ്കിൽ മെയിൽസിന് പ്രത്യേക സ്ക്രീനിങ്, ആണുങ്ങൾക്ക് പ്രത്യേക, അല്ല ഫീമെയിൽസ് പ്രത്യേക സ്ക്രീനിങ് ഒക്കെ ഒന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടികളെ പിന്നെ നമ്മളത്ര ആവശ്യമില്ല. അപ്പോൾ അത് കുറേ ബ്ലഡ് ടെസ്റ്റുകളും അല്ലാതെ സെൽഫ് എക്സാമിനേഷൻസും ഒക്കെയാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ക്യാൻസർ പലപ്പോഴും നമ്മൾ ലേറ്റായിട്ട് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കണ്ടുപിടിച്ച് പിന്നെ നമുക്ക് വല്ല ട്രീറ്റ്മെൻറ്റ് എടുത്ത് വല്ല പ്രയോജനം ചെയ്യില്ല. ഏർലി ഡിറ്റക്ഷൻ, അതാണ് നമ്മൾ സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുക. അപ്പോൾ അത് ഫീമെയിൽസ്, അത് നമ്മൾ ചെറുപ്പക്കാർ കാണാറുണ്ട്. നമ്മളെ അപ്പം വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹോദരിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നേരത്തെ സ്ക്രീൻ ചെയ്യണം. ഏർലി സ്ക്രീൻ നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. നമ്മുടെ ബ്രസ്റ്റ് സെൽഫായിട്ട് നമ്മൾ ഇങ്ങനെ കുളിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് എക്സാം ചെയ്ത് നോക്കും. എന്തെങ്കിലും മുഴവെല്ലാം തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ ഒരു മാമോഗ്രാഫി എടുക്കാൻ പറ്റും. അപ്പം മാമോഗ്രാഫി എടുക്കുമ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയും നമുക്ക് ഒരു ബയോപ്സി എടുക്കാം, അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബയോപ്സി എടുക്കുമ്പോൾ നമ്മളതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ റൂക്കട്ട് ബയോപ്സി ഒരു പോർഷൻ മാത്രം എടുക്കുന്നുള്ളൂ. നമ്മൾ ആ മുഴ മൊത്തത്തിലെടുത്ത് നമ്മൾ ബയോപ്സിക്ക് വിടുക. എന്നാലും നമ്മൾ ഒരു കൺഫർമേറ്റ് ചെയ്യാനുള്ള ഡയഗ്നോസ് വരുള്ളൂ. അപ്പോൾ ഏർലി സ്ക്രീൻ ചെയ്താലേ നമ്മൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 2 വരെയാണ് കുഴപ്പമില്ല. നമുക്ക് സർവൈവൽ, ഒരു ലോങ് ടൈം സർവൈവൽ നോക്കുകയാണെങ്കിൽ എത്ര നാളൊരു 10 വർഷം അല്ല 20 വർഷം 30 വർഷമൊക്കെ പോകും, നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം 3ഉം 4ഉം ആയി കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റക്ടമി മൊത്തം നമ്മൾ ബ്രസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൂടെ ആക്സിലറി ക്ലിയറൻസ് വേണ്ടി വരും. അതുകൂടെ കീമോ, റേഡിയോ ഒക്കെ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോകും. സ്റ്റേജ് 2 പോലും പലപ്പോഴും ആക്സിലറി ക്ലിയറൻസും കീമോ ഒക്കെ പറയാറുണ്ട്. എന്നിരുന്നാൽ പോലെ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ക്യാൻസർ. അതാണ് നമ്മളതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യുക. അപ്പം ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെയുള്ളത് നമ്മൾ ഏർലി കണ്ടുപിടിക്കേണ്ട ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ഫാമിലികളിൽ തന്നെ നമുക്കറിയാം ചില ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഹെമറ്റോളജിക്കൽ ലുക്കീമിയ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അനീമിയ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മൾട്ടിപ്പിൾ മൈലോമയൊക്കെ നമുക്ക് ഏർലി കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പം ചില ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ബ്ലഡ് കൗണ്ടൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വർക്കപ്പ് ചെയ്യുന്ന ബോൺമാരൊക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും അത് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, ചില പ്രത്യേക ആയിക്കോട്ടെ ഈ കാലാവസ്ഥ വ്യതിയാനം, ചില പ്രത്യേക ഭക്ഷണം കഴിക്കുന്നതോടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതൊന്നുമില്ലാതെ തന്നെ വരാം. പെട്ടെന്ന് കൗണ്ട് കുറയുന്നു, കൂടുന്നു. അപ്പോൾ അതിന് ഏർലി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക സ്ക്രീൻ ടെസ്റ്റാണ്. പിന്നെയുള്ളത് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ക്യാൻസറാണ്. നമ്മൾ കോളൻ ക്യാൻസർ. അപ്പോൾ നോൺ വെജിറ്റേറിയൻ കൂടുതൽ കഴിക്കുന്നവർ കോളൻ ക്യാൻസർ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഫാറ്റി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക്, സ്മോക്കി ഫുഡൊക്കെ കഴിക്കുന്നവർക്ക്. അപ്പോൾ കോളൻ ക്യാൻസറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, CA എന്നൊക്കെ പറഞ്ഞ് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അതുകൂടാതെ പാങ്ക്രിയാറ്റിക് ക്യാൻസർ തന്നെ കണ്ടുപിടിക്കും പലപ്പോഴും ലേറ്റ് സ്റ്റേജിലേക്ക്. കാരണം പാങ്ക്രിയാസ് റിട്രോപെർറ്റോൾ എന്ന് പറയുന്നത് നട്ടലിനോട് ചേർന്നൊരു ഓർഗനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ പാടാം. അപ്പോൾ ലേറ്റായിട്ടായിരിക്കും ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യുക. ചിലപ്പോൾ ഒരു നടുവേദന വന്നു, അൾട്രാസൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ CT ഒക്കെ ചെയ്യുമ്പോഴായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂമർ മാർക്കുണ്ട്, CA 19.9 പറയുന്നത്. അത് നമ്മൾ സ്ക്രീനിൻ്റെ ഭാഗമാണ് നോക്കും. പിന്നെയുള്ള ഓവറിയൻ ക്യാൻസറാണ്. അത് സ്ത്രീകളിൽ കാണുന്നതാണ്. CA 125 എന്ന് പറഞ്ഞ ട്യൂമർ മാർക്ക് നോക്കും. ഒരു ഓവറി സിസ്റ്റ് കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ CA 125 നോക്കും സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അത് ക്യാൻസറസ് ആണോ, അല്ലാത്ത മുഴയാണോ, നോർമൽ സിസ്റ്റാണോ, സിമ്പിൾ സിസ്റ്റാണോ എന്നൊക്കെ നോക്കും. CA 125 ആണ് കൂടുതലായിട്ട് നമ്മൾ യൂട്രസ്, ഓവറിയൊക്കെ എടുത്ത് ഓങ്കോളജി ലെവലുള്ള കൺസൾട്ടേഷനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ AFP എന്ന് പറയും, ലിവർ ക്യാൻസർ. ആൽഫ ബീറ്റ ട്യൂമർ മാർക്ക് നമ്മൾ നോക്കാറുണ്ട്, അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട്, ലിവർ ബയോപ്സി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ട്യൂമർ മാർക്കേഴ്സാണ്. അപ്പോൾ CA 19.9 പാങ്ക്രിയാസ് ചെയ്യും, CA 125 ഓവർക്ക് ചെയ്യും, CA നമ്മൾ കോളൻ ക്യാൻസറിന് ചെയ്യും. പിന്നെ AFP നമ്മൾ സിറം AFP, ആൽഫ ബീറ്റ നമ്മൾ ലിവർ ക്യാൻസറിന് ചെയ്യും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അപ്പം
അപ്പോൾ അത് നമ്മൾ ഫാമിലിയായിട്ട് നമുക്ക് കുടുംബപരമായിട്ട് അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ സിബ്ലിങ്സിന് ക്യാൻസർ ഒക്കെ ഉണ്ട്, നമ്മൾ ടോമോഗ്രാഫി ചെയ്ത് നോക്കാറുണ്ട്, ഇയർലി മാമോഗ്രാഫി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്യാൻസേഴ്സ് നമുക്ക് ബോൺ ക്യാൻസർ ഉണ്ട്, ബ്രെയിൻ അടുത്തുണ്ട്, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ലങ് ക്യാൻസർ, അപ്പോൾ സ്മോക്കേഴ്സിനൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് സ്ക്രീനിങ്ങുകൾ നമ്മൾ കണ്ടു പലപ്പോഴും സിംറ്റമാറ്റിക് ഒരു ഹ്യൂമൻ ബ്ലഡ് ചുമച്ചുപ്പി വരുമ്പോഴൊക്കെയാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നു, CT എടുക്കുമ്പോൾ കണ്ടുപിടിക്കും, ലേറ്റ് ആയിരിക്കും. പക്ഷേ ബാക്കി ഈ പറഞ്ഞ ക്യാൻസേഴ്സൊക്കെ കോമൺ ആയുള്ള ക്യാൻസേഴ്സ്. അപ്പം ഫീമെയിൽസ് കോമൺ ആയിട്ട് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്, അതുകൂടാതെ സർവൈക്കൽ ക്യാൻസർ കാണും. അപ്പോൾ ഇപ്പോൾ സർവൈക്കൽ നമ്മൾ പാപ്പ് സ്മിയർ എടുക്കാറുണ്ട്. നോർമലി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്ന ലേഡീന്ന് ഒരു 50 വയസ്സ് 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയങ്ങളെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ് പ്രോഗ്രാമുകളോട് തന്നെ നേരത്തെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് റിസ്ക് കൂടുതലാണ് സർവൈക്കൽ ക്യാൻസറിന്. അതുകൂടാതെ എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിന് ക്യാൻസർ വരാറുണ്ട്. അപ്പം പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് വരുന്നു, നമ്മൾ ഡിയാലിസിസ് ചെയ്യുന്നു, അങ്ങനെ അപ്പം കാണുന്നത് പിന്നെ യൂട്രസ് എടുത്ത് മാറ്റുന്നത് ഹിസ്റ്റെക്ടമിയൊക്കെ ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ട്, സർവൈക്കൽ ക്യാൻസർ ഉണ്ട് ഫീമെയിൽസ്, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ കോമൺ ആയുള്ള ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ആണുങ്ങളെ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ലങ് ക്യാൻസർ അല്ലെങ്കിൽ ഓറൽ ക്യാൻസേഴ്സാണ്. പലപ്പോഴും നമ്മൾ ഇതുകൂടെ 15 വയസ്സുണ്ട്, മുറുക്കുകാരുണ്ട്, അപ്പോൾ ഓരോ സ്ഥലം ഹാൻഡ്സൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കാണ് വായിക്കകത്ത് പൊട്ടി നോൺ കില്ലിങ് അൾസർ വന്നിട്ട് ഓറൽ ക്യാൻസേഴ്സ് വരാറ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലങ് ക്യാൻസർ സ്മോക്കേഴ്സിനാണ്, അല്ലാത്തവർക്കും വരാം, സ്മോക്കേഴ്സിനാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ. അപ്പോൾ ഇതെല്ലാം നേരത്തെ നമുക്ക് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളതിന് ബില്ലിങ് ആയാലും കാരണം എനിക്ക് ക്യാൻസർ അല്ല കുഴപ്പമില്ല, അത് കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തു നിന്നല്ല കേരളത്തിൽ പോലും ആരോഗ്യതലത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്രീനിങ് വളരെ പുറകിലാണ്, കണ്ടുപിടിക്കുന്ന വളരെ പുറകിലാണ്, ലൈഫ് സ്റ്റൈലാണ് കണ്ടുപിടിക്കുക. അപ്പം കോംപ്ലിക്കേഷൻ, പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റും, പിന്നെ ലൈഫ് സർവേകൾ നമുക്ക് കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും, ആരോഗ്യം സംരക്ഷിക്കാനും പറ്റും. താങ്ക് യു.